രജനി, ഇനി നമുക്കൊരു ദുഃഖകരമായ വാർത്തയിലേക്കാണ് പോകേണ്ടത്. പുഷ്പ 2 പ്രീമിയറിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ചികിത്സയിലിരുന്ന 9 വയസ്സുള്ള ശ്രീതേജയ്ക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. തിക്കിലും തിരക്കിലും പെട്ട് കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടം നടന്ന സന്ധ്യ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കും. തിയേറ്ററിന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചകളുണ്ടായെന്ന് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നുമുണ്ട്. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, അങ്ങേയറ്റം ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ്. പുഷ്പ 2 പ്രീമിയറിനിടെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിയാണ്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അന്നേ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടി. പക്ഷേ ഇപ്പോൾ കുട്ടിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു എന്നറിയുന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ്. ഒരു ജീവൻ അവിടെ പൊലിഞ്ഞു. ഇനി മറ്റൊരു ജീവൻ കൂടി മസ്തിഷ്ക മരണം സംഭവിച്ചിനി എത്ര നാൾ ഇങ്ങനെ എന്നുള്ളതാണ്. തീർച്ചയായും ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ഈ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ നമുക്ക് സൂചിപ്പിച്ചതുപോലെ ഈ തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടി മസ്തിഷ്കത്തിലേക്ക് കൃത്യമായി വായു എത്താതെ വരുന്ന ഒരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമാണ് ആ കുട്ടിക്ക് അന്ന് നേരിട്ടിരുന്നത്. മാത്രമല്ല, ഈ തിക്കിലും തിരക്കിലും പെട്ടതിന്റെ അപകടകരമായ മുറിവുകളും ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന വിവരങ്ങളും വരുന്നുണ്ട്. പക്ഷേ മരണകാരണമായത് ഈ ഓക്സിജൻ ലഭ്യത വളരെ കുറഞ്ഞൊരവസ്ഥയിലേക്ക് മസ്തിഷ്കം കുറെ നേരം നിലനിൽക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് ഈ മസ്തിഷ്കത്തിന് ഗുരുതരമായ ആഘാതം ഉണ്ടായത്. മസ്തിഷ്കത്തിലേക്കുള്ള രക്തയോട്ടം കുറയുകയും അതുപോലെ തന്നെ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുതരമായ അവസ്ഥയിൽ ഡിസംബർ 4 മുതൽ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന കുട്ടിയുടെ മസ്തിഷ്ക മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. മരണം സ്ഥിരീകരിച്ചത് ഏതാണ്ട് ഇന്നലെ വൈകുന്നേരത്തോടെയാണ്. എങ്കിൽ കൂടി കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ചൊന്നും ലഭ്യമായിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളെല്ലാം തന്നെ തെലങ്കാന ആരോഗ്യ വകുപ്പിന്റെ അധികാരികളെല്ലാം തന്നെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. എങ്കിൽ കൂടി കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഇത് സംബന്ധിച്ച് ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, നേരത്തെ പറഞ്ഞതുപോലെ ഈ പുഷ്പ 2 റിലീസ് ചെയ്ത, അതായത് പ്രീമിയർ റിലീസ് ചെയ്ത തിയേറ്ററിനെതിരെ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. തിയേറ്ററിന്റെ പ്രവർത്തന ലൈസൻസ് റദ്ദാക്കുന്നതിനുള്ള നടപടികളും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും അറസ്റ്റിനെ തുടർന്ന് പിന്നീട് ജാമ്യത്തിൽ വിടുകയും ഒക്കെ ചെയ്ത സാഹചര്യങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്തതാണ്. ഇങ്ങനെ തുടർച്ചയായി ഈ പ്രശ്നം രണ്ടാമത്തെ ഒരു മരണം കൂടി ഉണ്ടാകുമ്പോൾ അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതേസമയം അല്ലു അർജുൻ ഈ കുട്ടിയെ കാണാൻ പോയില്ല എന്നൊരു ആരോപണം വന്നിരുന്നു. ആ ആരോപണത്തിന് കൃത്യമായ മറുപടിയുമായി അദ്ദേഹം രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് അത് സാക്ഷികളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള നിയമപ്രശ്നമായി വരുമെന്നതുകൊണ്ടാണ് കുട്ടിയെ കാണാൻ പോകാതിരുന്നത്. പ്രശ്നത്തിൽ അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്ന് അല്ലു അർജുൻ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ശരി ഐസൺ, അങ്ങേയറ്റം ദുഃഖകരമായ വാർത്ത തന്നെയാണ്. പുഷ്പ 2 പ്രീമിയറിനിടെ തിരക്കിൽപ്പെട്ട് മരിച്ച യുവതിയുടെ കുട്ടിക്ക് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു. ചികിത്സയിലിരുന്ന 9 വയസ്സുള്ള ശ്രീതേജയ്ക്കാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. അന്നേ ദിവസം തന്നെ വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ തിയേറ്ററിന്റെ ലൈസൻസ് റദ്ദാക്കും എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. വീഴ്ചയുണ്ടായി എന്ന് തന്നെയാണ് കാരണം കാണിക്കൽ നോട്ടീസിൽ പറയുന്നത്. ഐസൺ ജോസാണ് വിവരങ്ങൾ നൽകിയത്.